ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. അങ്ങനെ സി-പാസിൻ്റെ വെബ്സൈറ്റിൽ SME UG ഫൈനൽ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി വൈസായിട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റാങ്ക് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൗൺസിലിംഗ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോളേജിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് സ്ട്രക്ചറുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, നേഴ്സിങ്ങിനാണ് വെച്ചത്, പക്ഷേ B.Pharm കൗൺസിലിംഗ് മെമ്മോയാണ് വന്നതെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞു. അപ്പം സി-പാസിൻ്റെ വെബ്സൈറ്റിൽ അവർ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓരോ കോഴ്സിനും പ്രത്യേകം കൗൺസിലിംഗ് മെമ്മോയാണ് അയക്കുന്നത്. ആവശ്യമുള്ള കോഴ്സിൻ്റെ കൗൺസിലിങ്ങിന് മാത്രം നിങ്ങൾ പങ്കെടുത്താൽ മതി. അതായത് ഇപ്പോൾ ഒരാൾക്ക് BSc നേഴ്സിംഗ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആ BSc നേഴ്സിങ്ങിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പോൾ അന്നേരം പോയാൽ മതി. അല്ലാതെ ഇപ്പോൾ B.Pharm കൗൺസിലിംഗ് മെമ്മോ വന്നെന്ന് വെച്ച് നിങ്ങളിപ്പോൾ പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം അതിൻ്റെ കൗൺസിലിങ്ങിന് നിങ്ങൾ പങ്കെടുത്താൽ മതി. അടുത്ത നമുക്ക് കൗൺസിലിംഗ് മെമ്മോയെക്കുറിച്ച് നോക്കാം. കൗൺസിലിംഗ് മെമ്മോയെക്കുറിച്ച് കുറേ പേര് എന്നോട് ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. കൗൺസിലിംഗ് മെമ്മോ മെയിൽ ID വരുന്നതെന്ന്. കൗൺസിലിംഗ് മെമ്മോ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID കൗൺസിലിംഗ് മെമ്മോ അവരയക്കുന്നത്. ചിലപ്പോൾ മാത്രമാണെങ്കിൽ അവർ ഫോണിൽ കോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID ഓൾ ടൈം ചെക്ക് ചെയ്യണം. കാരണം കൗൺസിലിംഗ് മെമ്മോ എപ്പോഴയക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. രജിസ്റ്റർ ചെയ്ത മെയിൽ ID കൗൺസിലിംഗ് മെമ്മോ അയക്കുന്നത്. ചിലപ്പോൾ മാത്രമാണെങ്കിൽ അവർ ഫോണിൽ കോൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കൗൺസിലിംഗ് മെമ്മോ എപ്പോഴയക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മെയിൽ ID എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കൗൺസിലിംഗ് മെമ്മോ വന്നതിന് ശേഷം കൗൺസിലിംഗ് മെമ്മോയിൽ കാണും നിങ്ങൾ ചെല്ലേണ്ട ഡേറ്റ്, അതുപോലെ തന്നെ ടൈം, പിന്നെ സെൻറ്റർ എന്ന് പറയുന്നത് SME ഗാന്ധിനഗർ കോട്ടയത്ത് വെച്ചാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലക്കാരായാലും SME ഗാന്ധിനഗർ കോട്ടയത്ത് നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് എത്തണം. നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ സി-പാസിൽ വരുന്ന SME UG കോഴ്സസ് പറയുവാണ്. BSc നഴ്സിംഗ്, BSc MLT, BPT, BSc മെഡിക്കൽ മൈക്രോബയോളജി ആൻഡ് B.Pharm. ഇത്രയും കോഴ്സസാണ് സി-പാസിലെ SME UG കോഴ്സസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സി-പാസിലെ SMEയുടെ കോളേജസിൻ്റെ ലിസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും കോളേജ് ലിസ്റ്റ് ഒന്ന് നോക്കണേ. അടുത്തതായിട്ട് ഓരോ കോഴ്സസിൻ്റെയും ഫീസ് സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് BSc നഴ്സിംഗ്, ഡ്യൂറേഷൻ 4 years ആണെന്ന് നമുക്കറിയാം. ഇത്രയും കോളേജസാണ് BSc നഴ്സിംഗിന് വരുന്നത്. BSc നഴ്സിംഗിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. സി-പാസ് ഓർ ഗവൺമെൻറ് സീറ്റ് ഫീയും പറയുന്നുണ്ട്, NRI ഫീസും പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. അഡ്മിഷൻ ഫീ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ മാത്രമേ വരുന്നുള്ളൂ. സി-പാസിൽ 1000 rupees അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത്. NRI ഫീസിൽ ഫസ്റ്റ് ഇയറിൽ 1000 rupees തന്നെയാണ് വരുന്നത്. സി-പാസിൻ്റെ ഫീയിലും NRI ഫീയിലും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ അഡ്മിഷൻ ഫീ വരുന്നില്ല. ഫസ്റ്റ് ഇയറിൽ മാത്രമേ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. കോഷൻ ഡെപ്പോസിറ്റ് ആണ് അടുത്തത്. സി-പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 10,000, NRI ഫീസിൻ്റെ ഫസ്റ്റ് ഇയറിലും 10,000 തന്നെ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലും ഇവിടെ രണ്ട് സ്ഥലത്തും കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരുന്നില്ല. അത് നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ് ആ കോഷൻ ഡെപ്പോസിറ്റ്. അടുത്തത് ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീ ആണ്. സി-പാസിൻ്റെ ഫീയിലും NRIയുടെ ഫീയിലും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഈ 4 വർഷവും 2000 rupees വെച്ചാണ് രണ്ട് സ്ഥലത്തും അടയ്ക്കേണ്ടത്. സി-പാസിൻ്റെ ഫീയിലും NRI ഫീയിലും 2000 വെച്ചാണ് ഈ 4 വർഷവും അടയ്ക്കേണ്ടത്. നാലാമത്തത് കൺസ്യൂമബിൾസ് ഓർ സ്റ്റേഷനറി ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ 3000, സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഈ സെയിം ഫീ തന്നെയാണ് സി-പാസിൻ്റെ ഫീയിൽ അടയ്ക്കേണ്ടത്. NRI ഫീയിലും ഈ സെയിം ഫീ തന്നെയാണ് അടയ്ക്കേണ്ടത്. 3000 വെച്ച് തന്നെയാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അടയ്ക്കേണ്ടത്. നെക്സ്റ്റ് ID കാർഡിൻ്റെ ഫീ ആണ്. 300 വെച്ചാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അടയ്ക്കേണ്ടത്. 300 വെച്ച് ഈ 4 വർഷവും അടയ്ക്കണം. NRIയുടെ ഫീയിലും ഈ 300 വെച്ച് തന്നെയാണ് 4 വർഷവും അടയ്ക്കേണ്ടത്. ആറാമത്തത് ലാബ് ആൻഡ് ലൈബ്രറി ഫീ ആണ്. 2000 rupees വെച്ചാണ് 4 വർഷവും അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിലും 2000 rupees വെച്ച് തന്നെയാണ് 4 വർഷം അടയ്ക്കേണ്ടത്. ഏഴാമത്തത് മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് വാക്സിനേഷൻ. സി-പാസിൻ്റെ ഫീയിലും NRIയുടെ ഫീയിലും 2000 വെച്ച് തന്നെയാണ് 4 വർഷം അടയ്ക്കേണ്ടത്. രണ്ട് സ്ഥലത്തും 4 വർഷം 2000 വെച്ച് തന്നെയാണ് ഫീ അടയ്ക്കേണ്ടത്. എട്ടാമത്തത് റീക്രിയേഷൻ ആൻഡ് സ്പോർട്സ് ഫീ ആണ്. സി-പാസിൻ്റെ ഫീയിലും NRIയുടെ ഫീയിലും 3000 വെച്ച് തന്നെയാണ് 4 വർഷവും അടയ്ക്കേണ്ടത്.
ഒമ്പതാമത്തത് ട്രാൻസ്പോർട്ടേഷനാണ്. 7,000 വെച്ച് തന്നെയാണ് സി പാസിലും NRI ഫീസിലും നമ്മൾ അടയ്ക്കേണ്ടത്. 4 വർഷവും 7,000 വെച്ച് തന്നെ അടയ്ക്കണം. അടുത്തത് ടോട്ടൽ സ്പെഷ്യൽ ഫീ ആണ്. 30,300 ആണ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ 19,300 വെച്ചാണ് അടയ്ക്കേണ്ടത്. അപ്പം NRI ഫീയിലും ഈ സെയിം ഫീസ് തന്നെയാണ്. 30,300 ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് തേർഡ് ഇയറിൽ 19,300 വെച്ചും അടയ്ക്കണം. അടുത്ത് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും സെയിം ആണ്. 83,025 റുപ്പീസാണ് ട്യൂഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. 4 വർഷവും ഈ 83,025 റുപ്പീസ് അടയ്ക്കണം. NRI ഫീയിൽ 95,000 ആണ് 4 വർഷം അടയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഗ്രാൻഡ് ടോട്ടലാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ സി പാസിൻ്റെ ഫീയിൽ 1,13,325 ആണ്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ആയിട്ട് അടയ്ക്കേണ്ടത് 1,02,325 രൂപ വെച്ചുമാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 1,25,300 രൂപയും 1,14,300 രൂപ വെച്ച് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ആയിട്ട് അടയ്ക്കണം. ഈ ഫീസ് ജനറൽ, OBC, EWS കാറ്റഗറിക്കാണ്. ഇനി അടുത്തത് SC, ST, OEC ഈ 3 കാറ്റഗറിയാണ് റിസർവേഷൻ കാറ്റഗറി. ഈ കാറ്റഗറിയിലുള്ളവർ അഡ്മിഷൻ ഫീ ഫസ്റ്റ് ഇയറിൽ 1,000 അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഇവർക്ക് അഡ്മിഷൻ ഫീ വരുന്നില്ല. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് 10,000 ഫസ്റ്റ് ഇയറിൽ അടയ്ക്കണം. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ ഇവർക്ക് കോഷൻ ഡെപ്പോസിറ്റ് വരുന്നില്ല. ടോട്ടൽ 11,000 ഇവർ ഫീ അടയ്ക്കണം. ബാക്കി ഫീസ് എല്ലാം ഗ്രാൻസ് വഴിയാണ് ഫീ എല്ലാം പോകുന്നത്. നെക്സ്റ്റ് BSc MLT 4 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ. ഇത്രയും കോളേജസ് ആണ് BSc MLTക്ക് വരുന്നത്. BSc MLTയുടെ ഫീ സ്ട്രക്ചർ നോക്കാം. അഡ്മിഷൻ ഫീ ആയിട്ട് സി പാസിൽ വരുന്നത് 2,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. NRI സീറ്റിൽ 50 റുപ്പീസും. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കേണ്ട. കോഷൻ ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് 10,000 റുപ്പീസാണ് സി പാസിൽ അടയ്ക്കേണ്ടത്. NRI ഫീയിൽ 150 ആണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ കോഷൻ ഡെപ്പോസിറ്റ് ഇല്ല. ഇൻ്റർനെറ്റ് ചാർജസ് ആണ് അടുത്തത്. ഫസ്റ്റ് ഇയറിലെ സി പാസ് ഫീയിൽ ഇല്ല. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലായിട്ട് 3,100 റുപ്പീസ് അടയ്ക്കണം. NRI സീറ്റിൽ ഫസ്റ്റ് ഇയറിൽ ഇൻ്റർനെറ്റ് ചാർജസ് ഇല്ല. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലായിട്ട് 145 റുപ്പീസ് അടയ്ക്കണം. നാലാമത്തത് കോളേജ് യൂണിയൻ ഫണ്ടാണ്. 400 റുപ്പീസ് വെച്ച് ഫസ്റ്റ് ഇയറിൽ മാത്രം അടയ്ക്കണം. NRI ഫീയിൽ 6 റുപ്പീസ് മാത്രം അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ കോളേജ് യൂണിയൻ ഫണ്ട് ഇല്ല. അഞ്ചാമത്തത് ലബോറട്ടറി ഫീ ആണ്. സി പാസ് ഫീയിൽ 5,050. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ 3,900 വെച്ച് അടയ്ക്കണം. NRI ഫീയിൽ 110 വെച്ച് തന്നെ 4 വർഷം അടയ്ക്കണം. ആറാമത്തത് ലൈബ്രറി ഫീ ആണ്. ഫസ്റ്റ് ഇയറിലെ സി പാസ് ഫീ 4,500 ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ 3,500 വെച്ച് അടയ്ക്കണം. NRI ഫീയിൽ 110 വെച്ച് തന്നെ 4 വർഷവും അടയ്ക്കണം. ഏഴാമത്തത് മിസ്സെല്ലേനിയസ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ സി പാസ് ഫീ 1,500. അതുപോലെ തന്നെ സെക്കൻഡും തേർഡും ഫോർത്തും 1,500 വെച്ച് തന്നെ 4 വർഷം അടയ്ക്കണം. NRI ഫീയിൽ വരുന്നത് 71 റുപ്പീസാണ്. 4 വർഷവും 71 റുപ്പീസ് വെച്ച് മിസ്സെല്ലേനിയസ് ഫീ അടയ്ക്കണം. നെക്സ്റ്റ് രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീ ആൻഡ് ഫീ ഫോർ ID കാർഡ്. ഫസ്റ്റ് ഇയറിൽ സി പാസ് ഫീ 665 വെച്ച് അടയ്ക്കണം. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഈ ഫീ വരുന്നില്ല. NRI ഫീയിൽ 12 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ആ ഫീ അടയ്ക്കണ്ട. ഒമ്പതാമത്തത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ 225 ഫസ്റ്റ് ഇയറിൽ അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കണ്ട. NRI ഫീയിൽ 3 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കണ്ട. സ്റ്റേഷനറി ഫീ ആണ് അടുത്തത്. 2,500 വെച്ച് സി പാസ് ഫീയിൽ 4 വർഷം അടയ്ക്കണം. NRI ഫീയിൽ 50 റുപ്പീസ് വെച്ച് 4 വർഷം അടയ്ക്കണം. 11ാമത്തത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടാണ്. ഫസ്റ്റ് ഇയറിൽ സി പാസ് ഫീ 225 വെച്ച് അടയ്ക്കണം ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഒന്നും അടയ്ക്കേണ്ട. NRI ഫീയിൽ ഒന്നും അടയ്ക്കേണ്ട. ടോട്ടൽ സ്പെഷ്യൽ ഫീ നോക്കാം.
സി പാസിൻ്റെ ഫീല് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 27,065 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് 14,500 വെച്ചാണ്. NRI ഫീല് ഫസ്റ്റ് ഇയറിൽ 562 റുപ്പീസ് വെച്ച് അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ 486 റുപ്പീസ് വെച്ചും അടയ്ക്കണം. നെക്സ്റ്റ് ട്യൂഷൻ ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ സി പാസ് ഫീ ആയിട്ട് വരുന്നത് 93,000 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലും 93,000 വെച്ച് തന്നെ അടയ്ക്കണം. NRIയുടെ ഫീല് 2,000 വെച്ച് തന്നെയാണ് 4 വർഷം അടയ്ക്കേണ്ടത്. ഗ്രാൻഡ് ടോട്ടൽ നോക്കാം. സി പാസിൻ്റെ ഫീല് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 1,20,165 റുപ്പീസും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ 1,07,500 വെച്ച് തന്നെയാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ അടയ്ക്കേണ്ടത്. NRIയുടെ ഫീല് ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് ഫസ്റ്റ് ഇയറിൽ 2,562ഉം സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ 2,486 വെച്ചാണ് അടയ്ക്കേണ്ടത്. നെക്സ്റ്റ് SC, ST, OEC സ്റ്റുഡൻസിന് അഡ്മിഷൻ ഫീ ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത് 2,000 ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ ഫീസ് അടയ്ക്കേണ്ട. കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ അടയ്ക്കേണ്ടത് 10,000 റുപ്പീസാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കേണ്ട ടോട്ടൽ 12,000 റുപ്പീസ് അടയ്ക്കണം. ബാക്കി ഫീസെല്ലാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രാൻസ് വഴിയാണ് ഫീസെല്ലാം പോകുന്നത്. നെക്സ്റ്റ് കോഴ്സ് BPT ഫിസിയോതെറാപ്പിയാണ്. ഇതിൽ 4 ഇയേഴ്സാണ് ഡ്യൂറേഷൻ കിടക്കുന്നത്, പക്ഷേ 5 ഇയേഴ്സ് ആക്കിയായിരുന്നു. ഇത്രയും കോളേജസ് ആണ് ഫിസിയോതെറാപ്പിക്കായിട്ടുള്ളത്. ഫിസിയോതെറാപ്പിയുടെ ഫീ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അഡ്മിഷൻ ഫീ ആയിട്ട് സി പാസിൻ്റെ ഫീ വരുന്നത് 2,000 ആണ്. NRIയുടെ ഫീ 50 ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഫീ വരുന്നില്ല. കോഷൻ ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് വരുന്നത് സി പാസിൻ്റെ ഫീല് 10,000 ആണ്. NRIയുടെ ഫീല് 150. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഇല്ല. ഇൻ്റർനെറ്റ് ചാർജസ് ആയിട്ട് സി പാസിൻ്റെ ഫീല് വരുന്നത് ഫസ്റ്റ് ഇയറിൽ ഒന്നുമില്ല. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിലായിട്ട് വരുന്നത് 3,100 വെച്ചാണ് വരുന്നത്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ ഇൻ്റർനെറ്റ് ചാർജില്ല. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും 145 റുപ്പീസ് വെച്ച് അടയ്ക്കണം. ഫോർത്ത് ഇയറിൽ 210 വെച്ചും അടയ്ക്കണം. നാലാമത്തേത് കോളേജ് യൂണിയൻ ഫണ്ടാണ്. സി പാസിൻ്റെ ഫീയിൽ 400 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ മാത്രം അടയ്ക്കണം. NRIയുടെ ഫീയിൽ 6 റുപ്പീസ് വെച്ചും അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ ഫീ ഇല്ല. അഞ്ചാമത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് സ്റ്റേഷനറി ഫീ ആണ്. സി പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 5,500 വെച്ചും സെക്കൻഡ്, തേർഡ് ഇയേഴ്സിൽ 7,500 വെച്ചും ഫോർത്ത് ഇയറിൽ 9,000 വെച്ചുമാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 130 റുപ്പീസ് വെച്ചും സെക്കൻഡ് 140 റുപ്പീസും തേർഡ് ഇയർ 160 റുപ്പീസും ഫോർത്ത് ഇയർ 200 റുപ്പീസ് വെച്ചാണ് അടയ്ക്കേണ്ടത്. ആറാമത്തത് ലബോറട്ടറി ഫീ ആണ്. സി പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 3,650 ആണ്. സെക്കൻഡ് ഇയറിൽ 7,400, തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ആയിട്ട് വരുന്നത് 8,000 റുപ്പീസ് വെച്ചു. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 110 റുപ്പീസും സെക്കൻഡ് ഇയറിൽ 150യും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും 170 റുപ്പീസ് വെച്ചുമാണ് അടയ്ക്കേണ്ടത്. ഏഴാമത്തത് ലൈബ്രറി ഫീ ആണ്. സി പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 3,600 റുപ്പീസ് വെച്ചും സെക്കൻഡ് ഇയറിൽ 4,000 റുപ്പീസും തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ 8,000 റുപ്പീസ് വെച്ചുമാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ 110 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 120 റുപ്പീസ്, തേർഡ്, ഫോർത്ത് ഇയറിൽ 160 റുപ്പീസ് വെച്ചുമാണ് അടയ്ക്കേണ്ടത്. ഒമ്പതാമത്തത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീ ആൻഡ് ഫീ ഫോർ ID കാർഡ്. സി പാസിൻ്റെ ഫീയിൽ 665 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കണ്ട. NRIയുടെ ഫീയിൽ 12 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കണ്ട. പത്താമത്തത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ സി പാസിൻ്റെ ഫീയിൽ 225 റുപ്പീസ് അടയ്ക്കണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയേഴ്സിൽ ഒന്നും അടയ്ക്കണ്ട. NRIയുടെ ഫീയിൽ 3 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കണ്ട. 11ാമത്തത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടാണ്. 225 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കേണ്ട. NRIയുടെ ഫീയിൽ 3 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ അടയ്ക്കേണ്ട. ടോട്ടൽ സ്പെഷ്യൽ ഫീ ആണ് അടുത്തത്. സി പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 27,765 റുപ്പീസാണ് അടയ്ക്കേണ്ടത്.
സെക്കൻഡ് ഇയറിൽ 23,400 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. തേർഡ് ഇയറിൽ 28,400 റുപ്പീസ്. ഫോർത്ത് ഇയറിൽ 30,400 റുപ്പീസുമാണ് അടയ്ക്കേണ്ടത്. NRI ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 643 റുപ്പീസും സെക്കൻഡ് ഇയറിൽ 655 റുപ്പീസ്, തേർഡ് ഇയറിൽ 745 റുപ്പീസും ഫോർത്ത് ഇയർ 845 റുപ്പീസുമാണ് അടയ്ക്കേണ്ടത്. ട്യൂഷൻ ഫീ ആയിട്ട് CPASൻ്റെ ഫീയിൽ വരുന്നത് 4 വർഷവും 79,750 റുപ്പീസാണ് 4 വർഷവും അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ 1,500 റുപ്പീസാണ് 4 വർഷവും അടയ്ക്കേണ്ടത്. ഗ്രാൻഡ് ടോട്ടൽ നോക്കുമ്പം ഫസ്റ്റ് ഇയറിൽ CPAS ഫീ 1,07,550 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ 1,03,150 റുപ്പീസാണ് വരുന്നത്. തേർഡ് ഇയറിൽ 1,08,150 റുപ്പീസാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 1,10,150 റുപ്പീസാണ് വരുന്നത്. NRI ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 2,143 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ 2,155 റുപ്പീസാണ് വരുന്നത്. തേർഡ് ഇയറിൽ 2,245 റുപ്പീസാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 2,345 റുപ്പീസാണ് വരുന്നത്. നെക്സ്റ്റ് റിസർവേഷൻ കാറ്റഗറിയുടെ ഫീ ആണ് പറയുന്നത്. അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത് 2,000 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ മാത്രമേ വരുന്നുള്ളൂ. കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 10,000 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ മാത്രമേ വരുന്നുള്ളൂ. മുമ്പ് പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ഗ്രാൻസ് വഴിയാണ് ഫീ എല്ലാം പോകുന്നത്. നെക്സ്റ്റ് കോഴ്സ് BSc മെഡിക്കൽ മൈക്രോബയോളജി 4 ഇയറാണ് ഡ്യൂറേഷൻ വരുന്നത്. കോളേജ് ഗാന്ധിനഗർ മാത്രമാണ് വരുന്നത്. BSc മെഡിക്കൽ മൈക്രോബയോളജിയുടെ ഫീ സ്ട്രക്ചർ നോക്കാം. CPASൻ്റെ ഫീയിൽ അഡ്മിഷൻ ഫീ ആയിട്ട് വരുന്നത് 2,000 റുപ്പീസ്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ ഫീ ഒന്നും വരുന്നില്ല. NRI സീറ്റിൽ ഫീ ഫസ്റ്റ് ഇയറിൽ 50 റുപ്പീസ് മാത്രമാണുള്ളത്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ ഫീ ഒന്നും വരുന്നില്ല. അടുത്തത് അമ്യൂണിറ്റൈസ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ 1,000 റുപ്പീസാണ് CPASൻ്റെ ഫീയിൽ വരുന്നത്. NRI ഫീയിൽ 25 റുപ്പീസാണ്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിലൊന്നും ഫീ ഒന്നും വരുന്നില്ല. മൂന്നാമത്തത് കോഷൻ ഡെപ്പോസിറ്റ് ഫീ ആണ്. 10,000 റുപ്പീസാണ് CPASൻ്റെ ഫീ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. NRI സീറ്റിൽ 150 റുപ്പീസാണ് അടയ്ക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ ഫീ ഒന്നും ഇല്ല. നാലാമത്തത് ഇൻ്റർനെറ്റ് ചാർജ് ആണ്. CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ ഒന്നുമില്ല. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിലായിട്ട് 3,100 റുപ്പീസ് അടയ്ക്കണം. NRIയുടെ സീറ്റിൽ ഫസ്റ്റ് ഇയറിൽ ഫീ ഒന്നുമില്ല. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിലായിട്ട് 145 റുപ്പീസ് വെച്ച് അടയ്ക്കണം. അഞ്ചാമത്തത് കോളേജ് യൂണിയൻ ഫണ്ടാണ്. ഫസ്റ്റ് ഇയറിൻ്റെ CPASൻ്റെ ഫീ 400 റുപ്പീസാണ്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ ഫീ ഒന്നുമില്ല. NRIയുടെ സീറ്റിൽ 6 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിൽ ഫീ ഒന്നുമില്ല. ആറാമത്തത് ലബോറട്ടറി ഫീ ആണ്. CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 2,000 റുപ്പീസ്, സെക്കൻഡ് ഇയറിൽ 3,300 റുപ്പീസ്, തേർഡ് ഇയറിൽ 5,000 റുപ്പീസ്, ഫോർത്ത് ഇയറിൽ 7,000 റുപ്പീസ്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 100 റുപ്പീസ്, സെക്കൻഡ് ഇയറിൽ 130 റുപ്പീസ്, തേർഡ് ഇയറിൽ 150 റുപ്പീസ് ആൻഡ് ഫോർത്ത് ഇയറിൽ 210 റുപ്പീസ്. ഏഴാമത്തത് ലൈബ്രറി ഫീ ആണ്. CPASൻ്റെ ഫീയിൽ 2,800 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 2,000, തേർഡ് ഇയറിൽ 4,000, ഫോർത്ത് ഇയറിൽ 6,000 റുപ്പീസ്. NRI ഫീയിൽ 150 റുപ്പീസാണ് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറിൽ 100 റുപ്പീസ്, തേർഡ് ഇയറിൽ 180 റുപ്പീസ് ആൻഡ് ഫോർത്ത് ഇയറിലും 180 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. എട്ടാമത്തത് മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ ആണ്. CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ മാത്രം 100 റുപ്പീസ് അടച്ചാൽ മതി. NRIയുടെ ഫീയിൽ 2 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. ഒമ്പതാമത്തത് മിസലേനിയസ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൻ്റെ CPAS ഫീ 1,850 ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ 1,000 റുപ്പീസ്, തേർഡ് ഇയറിൽ 2,300 റുപ്പീസ്, ഫോർത്ത് ഇയറിൽ 3,300 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 50 റുപ്പീസ്, സെക്കൻഡ് ഇയറിൽ 70 റുപ്പീസ്, തേർഡ് ഇയറിൽ 80 റുപ്പീസ് ആൻഡ് ഫോർത്ത് ഇയറിൽ 130 റുപ്പീസാണ് വരുന്നത്. പത്താമത്തത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീ ആൻഡ് ഫീ ഫോർ ID കാർഡ്. CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ മാത്രം 665 മാത്രം അടച്ചാൽ മതി. NRIയുടെ ഫീയിൽ 12 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. 11ാമത്തത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ മാത്രം ഫീ അടച്ചാൽ മതി. 225 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. CPASൻ്റെ ഫീയിൽ 3 റുപ്പീസാണ് NRIയുടെ ഫീയിൽ അടയ്ക്കേണ്ടത്.
12ാമത്തത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടാണ്. 25 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കണ്ട. NRIയുടെ ഫീലാണെങ്കിൽ 3 റുപ്പീസ് മാത്രം ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. നെക്സ്റ്റ് ടോട്ടൽ സ്പെഷ്യൽ ഫീ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ CPASൻ്റെ ഫീല് 21,265 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ 9,400 റുപ്പീസാണ് വരുന്നത്. തേർഡ് ഇയറിൽ 14,400 റുപ്പീസാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 19,400 റുപ്പീസാണ് വരുന്നത്. NRIയുടെ ഫീല് ഫസ്റ്റ് ഇയറിൽ 551 റുപ്പീസ്, സെക്കൻഡ് ഇയറിൽ 445 റുപ്പീസ്, തേർഡ് ഇയറിൽ 555 റുപ്പീസ്, ഫോർത്ത് ഇയറിൽ 665 റുപ്പീസ്. നെക്സ്റ്റ് ട്യൂഷൻ ഫീ ആണ്. CPASൻ്റെ ഫീല് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും നിങ്ങൾ അടയ്ക്കേണ്ടത് 55,000 ആണ്, 4 വർഷവും അടയ്ക്കേണ്ടത്. NRIയുടെ ഫീല് 1,050 റുപ്പീസ് വെച്ചാണ് 4 വർഷവും അടയ്ക്കേണ്ടത്. ഗ്രാൻഡ് ടോട്ടൽ നോക്കുമ്പം CPASൻ്റെ ഫീല് ഫസ്റ്റ് ഇയറിൽ 76,265, സെക്കൻഡ് ഇയറിൽ 64,400 റുപ്പീസ്, തേർഡ് ഇയറിൽ 69,400 റുപ്പീസ് ആൻഡ് ഫോർത്ത് ഇയറിൽ 74,400 റുപ്പീസ്. NRIയുടെ ഫീല് ഫസ്റ്റ് ഇയറിൽ 1,601 റുപ്പീസ്, സെക്കൻഡ് ഇയറിൽ 1,495 റുപ്പീസ്, തേർഡ് ഇയറിൽ 1,605 റുപ്പീസ് ആൻഡ് ഫോർത്ത് ഇയറിൽ 1,715 റുപ്പീസ്. നെക്സ്റ്റ് റിസർവേഷൻ കാറ്റഗറിയുടെ ഫീ ആണ് പറയുന്നത്. അഡ്മിഷൻ ഫീ ആയിട്ട് 2,000 റുപ്പീസ് മാത്രം ഫസ്റ്റ് ഇയറിൽ കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. ക്വസ്റ്റൻ ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം ഗ്രാൻസ് വഴിയാണ് ഫീ പോകുന്നത്. ലാസ്റ്റ് കോഴ്സ് BPharm ആണ്. BPharmൻ്റെ ഡ്യൂറേഷൻ 4 ഇയർ ആണ് വരുന്നത്. 2 കോളേജസ് ആണ് BPharmനായിട്ട് ഉള്ളത്. BPharmൻ്റെ ഫീ സ്ട്രക്ചർ നോക്കാം. CPASൻ്റെ ഫീയിൽ അഡ്മിഷൻ്റെ ഫീ ആയിട്ട് 2,000 റുപ്പീസ് മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കാനുള്ളത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കാനില്ല. NRIയുടെ ഫീയിൽ 50 റുപ്പീസ് മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കാനുള്ളത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നുമില്ല. കോഷൻ ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് CPASൻ്റെ ഫീയിൽ അടയ്ക്കാനുള്ളത് 10,000 റുപ്പീസാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കാനില്ല. NRIയുടെ ഫീയിൽ 150 റുപ്പീസാണ് അടയ്ക്കാനുള്ളത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കാനില്ല. അടുത്തത് ട്രെയിനിങ് ഫീ ആണ്. CPASൻ്റെ ഫീയിൽ ഫോർത്ത് ഇയറിൽ മാത്രമേ അടയ്ക്കാനുള്ളൂ, 1,000 റുപ്പീസാണ് അടയ്ക്കാനുള്ളത്. NRIയുടെ ഫീയിലും ഫോർത്ത് ഇയറിൽ മാത്രമേ അടയ്ക്കാനുള്ളൂ, 50 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. കോളേജ് യൂണിയൻ ഫണ്ടാണ് അടുത്തത്. CPASൻ്റെ ഫീയിൽ 400 റുപ്പീസ് ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. NRIയുടെ ഫീയിൽ 6 റുപ്പീസും. അടുത്തത് ഇൻ്റർനെറ്റ് ചാർജസ് ആണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും 4,500 വെച്ചാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ 70 റുപ്പീസ് വെച്ചാണ് 4 വർഷം അടയ്ക്കേണ്ടത്. ആറാമത്തത് ലബോറട്ടറി ഫീ ആണ്. CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 2,050 റുപ്പിയാണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ 1,500 വെച്ചുമാണ് അടയ്ക്കേണ്ടത്. NRI ഫീയിൽ 30 റുപ്പീസ് വെച്ചാണ് 4 വർഷം അടയ്ക്കേണ്ടത്. അടുത്തത് ലൈബ്രറി ഫീ ആണ്. ഫസ്റ്റ് ഇയറിൽ CPASൻ്റെ ഫീയിൽ 2,000 റുപ്പീസ് വെച്ച് തന്നെയാണ് അടയ്ക്കേണ്ടത്. 4 വർഷവും 2,000 റുപ്പീസ് വെച്ച് തന്നെയാണ് അടയ്ക്കേണ്ടത്. NRIയുടെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 25 റുപ്പീസ് വെച്ചാണ് അടയ്ക്കേണ്ടത്. ബാക്കി 3 വർഷവും 25 റുപ്പീസ് വെച്ച് തന്നെ അടയ്ക്കണം. അടുത്തത് മെഡിക്കൽ ചെക്കപ്പ്, വാക്സിനേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിന് വേണ്ടിയിട്ട് CPASൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ 2,500 ആണ്. ബാക്കി 3 വർഷവും 2,500 വെച്ച് തന്നെ അടയ്ക്കണം. NRIയുടെ ഫീ 25 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ. ബാക്കി 3 വർഷവും 25 റുപ്പീസ് വെച്ച് തന്നെ അടയ്ക്കണം. അടുത്തത് പ്രൊജക്റ്റ് ഫീസാണ്. 10,000 റുപ്പീസ് മാത്രം ഫോർത്ത് ഇയറിൽ മാത്രം അടച്ചാൽ മതി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയറിൽ അടയ്ക്കേണ്ട. NRIയുടെ ഫീലും അതുപോലെ തന്നെയാണ്. 130 റുപ്പീസ് അടച്ചാൽ മതി ഫോർത്ത് ഇയറിൽ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇയറിൽ ഒന്നും അടയ്ക്കേണ്ട. അടുത്തത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫീ ആൻഡ് ഫീ ഫോർ ID കാർഡ്. ഫസ്റ്റ് ഇയറിൽ 665 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. NRIയുടെ ഫീലും ഫസ്റ്റ് ഇയറിൽ 10 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കേണ്ട. 11ാമത്തത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫീ ആണ്. 225 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിൽ 50 റുപ്പീസ് വെച്ചാണ് അടയ്ക്കേണ്ടത്. NRI കോട്ട ഉള്ളവർ 6 റുപ്പീസ് മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കേണ്ട. 12ാമത്തത് സ്റ്റേഷനറി ഫീ ആണ്. 5,000 റുപ്പീസ് വെച്ച് തന്നെയാണ് 4 വർഷം അടയ്ക്കേണ്ടത്. NRI കോട്ട ഉള്ളവർ 200 റുപ്പീസ് വെച്ച് 4 വർഷം അടയ്ക്കണം. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫീ ആണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും CPASൻ്റെ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് 10,000 റുപ്പീസാണ്. NRI കോട്ടയിലുള്ളവർ 200 റുപ്പീസ് വെച്ചുമാണ് 4 വർഷം അടയ്ക്കേണ്ടത്.
14-ാമത്തത് യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടാണ്. 2225 റുപ്പീസ് വെച്ചാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കേണ്ട. NRI കോട്ടയുള്ളവർ 6 റുപ്പീസ് മാത്രമാണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊന്നും അടയ്ക്കേണ്ട. ടോട്ടൽ സ്പെഷ്യൽ ഫീ ആണ് അടുത്തത്. ഫസ്റ്റ് ഇയറിൽ സി പാസിൻ്റെ ഫീ ആയിട്ട് വരുന്നത് 39,565 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ് ഇയറിൽ 25,550 റുപ്പീസ് വെച്ചാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 36,550 റുപ്പീസ് വെച്ചാണ് വരുന്നത്. NRI കോട്ടയുള്ളവർ ഫസ്റ്റ് ഇയറിൽ 778 റുപ്പീസാണ് വരുന്നത്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും 550 റുപ്പീസ് വെച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോർത്ത് ഇയറിൽ 730 റുപ്പീസ് വെച്ചുമാണ് വരുന്നത്. അടുത്തത് ഗ്രാൻഡ് ടോട്ടൽ നോക്കാം. സി പാസിൻ്റെ ഫീയിൽ ഫസ്റ്റ് ഇയറിൽ വരുന്നത് 1,37,565 റുപ്പീസാണ്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും വരുന്നത് 1,23,550 റുപ്പീസാണ് വരുന്നത്. ഫോർത്ത് ഇയറിൽ 1,34,550 റുപ്പീസാണ് വരുന്നത്. NRI കോട്ടയുള്ളവർ ഫസ്റ്റ് ഇയറിൽ 2,320 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും 2,100 റുപ്പീസ് വെച്ച് അടയ്ക്കണം. അതുപോലെ തന്നെ ഫോർത്ത് ഇയറിൽ 2,280 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. അടുത്തത് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരുടെ ഫീ സ്ട്രക്ചറാണ് പറയുന്നത്. അഡ്മിഷൻ ഫീ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി 2,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൽ മാത്രം അടച്ചാൽ മതി. ഗ്രാൻഡ് ടോട്ടൽ വരുന്നത് 12,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രാൻഡ്സ് വഴിയാണ് ബാക്കി എല്ലാ ഫീസും പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 5 കോഴ്സസിനെ കുറിച്ചുള്ള ഫീ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലും വന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തന്നോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാലും ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പോൾ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വന്നാണെങ്കിലും ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തന്നോളാം. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.